ഹലോ ഗായ്സ്, അപ്പോൾ രാവിലെ എൻ്റെ കുഞ്ഞ് എണീറ്റിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഉറങ്ങി. അപ്പോൾ തൊട്ടിലിട്ട് ഞാൻ അതിനെ ഉറക്കി. അതിനുശേഷം തുണി കഴുകാമെന്ന് കരുതി. കുഞ്ഞിൻ്റെ ഒരുപാട് തുണികളുണ്ടായിരുന്നു രാത്രിയിലത്തെ. അതെല്ലാം ഞാൻ രാവിലെയാണ് കഴുകിയിടുന്നത്. തുണിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പുറത്ത് പോകുമ്പോഴേ സ്നഗ്ഗിയൊക്കെ ഉപയോഗിക്കുള്ളൂ. പിന്നെ ഞാൻ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകിയിട്ട് പെട്ടെന്ന് ഉണങ്ങി കരടലിൽ വീണ്ടും തുണികൾ മൊത്തം നന്നായിട്ടൊന്ന് കഴുകി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അടുക്കളയിൽ കയറി പിന്നെ ബീട്രൂട്ട് തോരൻ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പുറത്ത് വെക്കുകയാണ്. അത് വെന്ത് വന്നപ്പോൾ കുറച്ച് അരപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് അത് കഴിഞ്ഞ് വിറകടുപ്പിലാണ് അവിയലും ബാക്കിയെല്ലാം വെക്കുന്നത്. അപ്പോൾ അവിയൽ വെന്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് അരപ്പിട്ട് കൊടുത്ത്. പിന്നെ ചട്ടിയിൽ കുറച്ച് പയറുണ്ടായിരുന്നു, അത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു തോരന് വേണ്ടി. അപ്പോൾ പയർ തോരനും കൂടെ തയ്യാറാക്കാമെന്ന് കരുതി. അതിനുള്ള അരപ്പ് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞളൊക്കെ ഇട്ട് പയർ വെന്ത് വന്നപ്പോൾ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങയും കൂടെ അതൊക്കെ എല്ലാം ഇട്ടാണ് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പയർ റെഡിയായിട്ടുണ്ട്, പയർ തോരൻ. പിന്നെ അവിയൽ വെന്ത് വന്നപ്പോൾ അതിലേക്ക് അരപ്പ് തയ്യാറാക്കിയിട്ട് അവിയലും തോരനും അങ്ങനെ റെഡിയായി. അതിൻ്റെ കൂടെ മീൻ കറിയും റെഡിയായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ മുറ്റം അടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് ചവറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് തൂത്ത് വൃത്തിയാക്കിയായിരുന്നു. കുഞ്ഞിനെ ഉറക്കിയിട്ട് എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അവൾ വന്നാൽ പിന്നെ ഒരു ജോലിയും നടക്കത്തില്ല. കുഞ്ഞിറങ്ങുമ്പോഴാണ് ജോലികളെല്ലാം ഞാൻ പെട്ടെന്ന് തീർക്കുന്നത്. പിന്നെ പച്ചക്കറി കൃഷിയുണ്ട്, അടുക്കള കൃഷി. അപ്പം മുളകൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കോവയ്ക്കയും കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതാ.